റബ്ബിൻ്റെ കൽപ്പനകളെ ശിരസാവഹിക്കലും അവന് വിലക്കിയ കാര്യങ്ങളെ ഒഴിവാക്കലുമാണ് തഖ്വ. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒന്നാമത്തെ കാരണമായി പഠിപ്പിച്ചത് തഖ്വയാണ്, റബ്ബിനെ സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം വഹുസ്നുൽ ഖുലുഖി, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖി. ഹുസ്നു അവിടെ ഹുസ്നല്ല, ഹുസ്നു. തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖി, ഹുസ്നു എന്നാണ് വായിക്കേണ്ടത്. അതേപോലെ ഖുലുഖിന, ഖുൽഖല്ല ഖുലുഖ്, ലാമിനും ലമ്മാണ്, ഖാഇനും ലമ്മ്, ലാമിനും ലമ്മ്. ഖുലുഖി വഹുസ്നുൽ ഖുലുഖി, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖി. അള്ളാഹുവിനുള്ള തഖ്വയും സൽ സ്വഭാവവുമാണ് സ്വർഗത്തിലേക്ക് എത്താൻ ഏറ്റവും അധികം കാരണമായി മാറുന്നത്. ഹുസ്നുൽ ഖുലുഖ് അത് സൃഷ്ടികളുമായുള്ള മേഖലയാണ് കൂടുതലും. ഹുസ്നുൽ ഖുലുഖ് സൽ സ്വഭാവം എന്ന് പറയുമ്പോൾ മുആമലത്തുൻ നാസ്, ജനങ്ങളുമായുള്ള ഇടപഴകലുകൾ, അവൻ്റെ സ്വഭാവങ്ങൾ, അവൻ്റെ രീതികൾ, അവൻ്റെ പെരുമാറ്റം, അവൻ്റെ വാക്ക്, പ്രവൃത്തി, ഇടപെടലുകൾ അവിടെയൊക്കെ വരുന്ന ഒന്നാണ് ഹുസ്നുൽ ഖുലുഖ്. ധാരാളം ഹദീസുകളിൽ ഹുസ്നുൽ ഖുലുഖിനെ പറ്റി അധ്യാപനങ്ങൾ ഉണ്ട്. അതെ, തൗഹീദ് ഉണ്ടാവും. ശിർക്കില്ലാത്ത ആളുകൾക്കാണ് എല്ലാത്തിനും അസ്ലുള്ളത്. നബി ഞങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ താങ്കൾ വമ്പിച്ച മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. അതേപോലെ വഇൻ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക്. നബിയെ താങ്കളെങ്ങാനും ഒരു പരുഷ സ്വഭാവി ആയിരുന്നുവെങ്കിൽ അവർ താങ്കളെ വിട്ട് ഒഴിഞ്ഞ് പിരിഞ്ഞ് പോകുമായിരുന്നു. കഴിഞ്ഞ അസ്ലം പറഞ്ഞല്ലോ, അനസ് പറഞ്ഞ വാക്ക്, 10 കൊല്ലം നബിനൊപ്പം സേവനം ചെയ്തിട്ടും എന്നോടൊരു വാക്ക് പോലും നബി തങ്ങൾ മറുത്തു പറഞ്ഞിട്ടില്ല. എന്ന പരാമർശം പോലും നബി എന്നോട് നടത്തിയിട്ടില്ല. ഞാൻ ചെയ്തൊരു കാര്യത്തെപ്പറ്റി നീ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല. ചെയ്യാത്തൊരു കാര്യത്തെപ്പറ്റി നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് നബി എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൽ സ്വഭാവം നാളെ മീസാനിൽ ഏറ്റവും അധികം ഭാരം തൂങ്ങുന്ന ഒന്നാണ് സൽ സ്വഭാവം. മീസാനിൽ ഏറ്റവും അധികം ഭാരം തൂങ്ങുന്ന കാര്യം സൽ സ്വഭാവമാണ് എന്ന ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ധാരാളം ഹദീസുകൾ സൽ സ്വഭാവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ഏരിയകൾ പരിചയപ്പെടുത്തുന്ന ഒട്ടനവധി ഹദീസുകൾ ആ വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ തന്നെ എല്ലാ കാലഘട്ടത്തിലും രചിച്ചു പോന്നിട്ടുമുണ്ട്. റിയാദ് സ്വാലിഹീൻ അടക്കം ഒരു പരിധിവരെ ഈ ഒരു ഏരിയയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. റിയാദ് സ്വാലിഹീനിൽ സ്വാലിഹീങ്ങളുടെ പൂന്തോട്ടം എന്ന് പറയുമ്പോൾ സജ്ജനങ്ങൾക്കുണ്ടാവേണ്ടുന്ന എല്ലാ ഗുണങ്ങളുമാണ് ആ കിതാബിൻ്റെ ഒരു പൊതുവായ കണ്ടന്റ്. അതൊക്കെ ആ നിലക്കാണ് അദ്ദേഹം അതിനെ ക്രോഡീകരിച്ച് ഇട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഹുസ്നുൽ ഖുലുഖ് എന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുമായി ഇടപഴകുന്ന വിഷയമാണ്. തഖ്വ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഹുസ്നുൽ ഖുലുഖ് ജനങ്ങളുമായി ഇടപഴകുന്ന വകുപ്പാണ്. അതിന് നൽകുന്ന വിശദീകരണങ്ങൾ കാണാം. ബിഹൈസ് ലാ യുഅ്ദി അഹദൻ ബിഖൗലിൻ ഔ ഫിഅലിൻ, വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക. അതേപോലെ യൻതിഖു ഇല്ലാ ബിമാ യുർദില്ലാഹ അസ്സ വജല്ല, അള്ളാഹുവിന് തൃപ്തിയുള്ളതല്ലാതെ അവൻ സംസാരിക്കാതിരിക്കുക. അതൊക്കെ ഹുസ്നുൽ ഖുലുഖിൻ്റെ ഭാഗമാണ്. ജനങ്ങളുമായി ഇടപഴകുമ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെക്കൊണ്ട് ബുദ്ധിമുട്ട്, അത് ബോധപൂർവമുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, അറിയാതെ ബുദ്ധിമുട്ടായി മാറുന്ന കാര്യങ്ങളുമുണ്ടാകും. രണ്ടും പാടില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞു. ലാ ളററ വലാ ളിറാർ, ലാ ളററ വലാ ളിറാർ, ഉപദ്രവമില്ല ഉപദ്രവിക്കലുമില്ല എന്നാണ്. ഉപദ്രവമില്ല ഉപദ്രവിക്കലുമില്ല. അതിന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന വിശദീകരണത്തിൽ കാണാൻ പറ്റും. ഒന്ന്, ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഉപദ്രവം തന്നെ, ഓടന്ന് ഇടങ്ങാറാക്കണം, ഓൻ അങ്ങനെ വിട്ടാൽ പറ്റൂല എന്ന് പറഞ്ഞ് ഓനെ ഇടങ്ങാറാക്കാൻ ചെയ്യുന്ന പല പണികളുണ്ടാവും. മറ്റൊന്നും ഒരാളെ ഇടങ്ങാറാക്കാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ നമ്മുടെ ഒരു ചെയ്തി അറിയാതെ മറ്റൊരാൾക്ക് ഉപദ്രവമായി മാറുന്നു. അതുകൂടി ശ്രദ്ധിക്കേണ്ടവരാണ് വിശ്വാസീനാണ്. നമ്മളൊരാളെയും ഇടങ്ങാറാക്കാൻ വിചാരിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ പ്രവർത്തനം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് കൂടി നോക്കിയിട്ട് വേണം അവനത് ചെയ്യാൻ. ഇബ്നു ഉസൈമീൻ റഹിമത്തുള്ളാഹി കൊടുത്ത വിശദീകരണം, ഉദാഹരണം കൊടുത്തത് ഇക്കാലത്ത് അദ്ദേഹം കൊടുത്ത ഉദാഹരണം വണ്ടി പാർക്ക് ചെയ്യാണ്. വണ്ടി സ്ഥലത്ത് റോഡ് സൈഡിൽ അവിടെ ഇട്ട് പോന്നു. നമ്മളിപ്പോൾ എടുക്കാറക്കാൻ വേണ്ടിയല്ല അവിടെ ഇട്ട് പോകുന്നത്. പക്ഷേ നമ്മളാ നിർത്തിയ വണ്ടി ശരിക്കും ഒരു അടുപ്പിച്ചിടാത്തതുകൊണ്ട്, ഒരു അടുക്കിടാത്തതുകൊണ്ട് ബാക്കിൽ വരുന്ന വണ്ടിക്കാർക്കൊക്കെ അതൊരു ഇടങ്ങാറായി. പോണവരൊക്കെ ഏതായി ചങ്ങായി ഇവിടെ ഇട്ട് വയ്ക്കണ്, ഒരു അന്തല്ലാത്തവന് എന്ന് പറഞ്ഞ് പോകും. നമ്മൾ പോലെ ഇടങ്ങാറാക്കാൻ വേണ്ടി അല്ലട്ടത്,
പക്ഷെ നമ്മുടെ ചെയ്തി അവന് പ്രയാസമായി മാറി. പള്ളിക്ക് തന്നെ വഴി മൊത്തം അടിച്ച് വണ്ടി വർക്ക് ചെയ്ത് പോകും. എന്നിട്ട് പിന്നെ വരുന്ന മനുഷ്യന്മാർക്ക് കിടക്കാനും കയ്യിൽ എടുക്കാറായി ഉള്ളുകൂടെ കാണുന്ന എല്ലാവരും പിരായി പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. നമ്മൾ പക്ഷേ ആലോചിച്ചത് പോലും ഉണ്ടാവില്ല. പല പരിപാടിയും കാണാം. പിന്നെ അനൗൺസ് ഇന്ന വണ്ടി മാറ്റി കൊടുക്കണം, ഈ വണ്ടി മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ അനൗൺസ് ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മൾ നിർത്തുമ്പോൾ നോക്കണം, ഇതിലെ പോണ വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടാകുമോ, ശേഷം വരുന്ന വണ്ടിക്ക് ബുദ്ധിമുട്ടാകുമോ, അപ്പുറം നിർത്തിയ വണ്ടിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാകുമോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു വണ്ടി നിർത്താൻ. അതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ബോധപൂർവമല്ലാതെ ചെയ്യുന്ന ദുൽമിന് ളററിന് അദ്ദേഹം കൊടുത്ത ഉദാഹരണം. അപ്പോൾ അവിടെ ഇടങ്ങാറാക്കാൻ ഉദ്ദേശമില്ല, പക്ഷേ ഇടങ്ങാറായി മാറുന്നു. വീട്ടിൽ നിന്ന് വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് പോകണു, നമ്മളാളെ ഇടങ്ങാറാക്കാൻ വേണ്ടിയല്ല, പക്ഷേ അത് അയൽവാസിക്ക് ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് എങ്കിൽ ആദ്യം നോക്കണം. അങ്ങനെ ഈ വഴിക്ക് വിട്ടാൽ അത് ബുദ്ധിമുട്ടാവോ പ്രയാസമാവോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടിക്കലുമില്ല, അല്ലെങ്കിൽ ഉപദ്രവമില്ല, ഉപദ്രവിക്കലുമില്ല എന്ന് പറഞ്ഞാൽ ബോധപൂർവമുള്ള ബുദ്ധിമുട്ടാക്കലുമില്ല. അറിയാതെ ബുദ്ധിമുട്ടായി മാറുന്ന കാര്യങ്ങളൊട്ടും അതും ചെയ്യുന്നവനല്ല വിശ്വാസി. അപ്പം അത്രയും കൂടി ശ്രദ്ധ അവന് വേണം എന്ന പോണതിക്ക് വേണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഔട്ടാ. അവിടെ ബാക്കിൽ വരുന്ന എല്ലാ വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ ഇൻഡിക്കേറ്റർ ഇടാതെ പെട്ടെന്ന് ചെയ്യുക, അതൊന്നും ഒരാളെ എടുക്കാതെക്കാൻ വേണ്ടി ആവൂല. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു കടങ്ങ നോക്കി പോവുകയാണ്, പെട്ടെന്ന് കട ആ സാധനം ഉണ്ടാവും, ബാഗ് ലെഫ്റ്റ് എടുത്തു, ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല, സിഗ്നൽ കൊടുത്തിട്ടില്ല, ബാക്കിൽ വരുന്ന 3-4 വണ്ടിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായി, പോലൊക്കെ ചവിട്ടി ആകെ ഇടങ്ങാറായി. നമ്മൾ ഇടങ്ങാറാക്കാൻ വിചാരിച്ചതല്ല. അവിടെയൊക്കെ അതൊക്കെ ഇതിൻ്റെ വിശാലാർത്ഥത്തിൽ വരുന്നു. അപ്പം ജനങ്ങളുമായി ഇടപഴകുമ്പോൾ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതാണ് ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം.